അബ്രഹാം ഓസ്ലർ 25ാമത്തെ ദിവസത്തിലൂടെയാണ് ഇന്ന് വേൾഡ് വൈഡ് ഈ ഒരു ചിത്രം മുന്നേറുന്നത്. ജനുവരി മാസം തീർന്നു. ജനുവരിയിൽ മലയാളത്തിൽ നിന്നും അതുപോലെ അതർ ലാംഗ്വേജിൽ നിന്നൊക്കെ ആയിട്ട് 20ഓളം സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത്. അതിൽ ഏക സിനിമ മാത്രമാണ് തിയേറ്ററിൽ വിജയം കൈവരിച്ചിരിക്കുന്നത്. അബ്രഹാം ഓസ്ലർ സൂപ്പർ ഹിറ്റ് വിജയമാണ് ഈ ഒരു ചിത്രം നേടിയിരിക്കുന്നത്. ഇനി നമുക്ക് 25ാമത്തെ ദിവസം ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെ പോകുന്നു എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിലേക്ക് വരുന്നതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ രണ്ട് സ്ക്രീൻഷോട്ട് കണ്ടോ നിങ്ങൾ? കാലിക്കറ്റിലെ മൾട്ടിപ്ലക്സിൽ നിന്നും 5:30ക്കും അതുപോലെ 4:35നും കളിക്കുന്ന ഷോകളുടെ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ തന്നെ ഏകദേശം 85% ടിക്കറ്റ്സും സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്നു. ഓസ്ലർ എന്ന ചിത്രത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയാണ്. അത് പൊളിച്ചെടുക്കുകയാണ് ബോക്സ് ഓഫീസിൽ ഈ ഒരു ചിത്രം. ഇന്നും ഈ ഒരു ചിത്രം തന്നെയാണ് ബോക്സ് ഓഫീസിലെ രാജയായി വിലസുന്നത്. ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയും റിലീസ് ചെയ്ത സിനിമകൾക്കൊന്നും അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 4 ആഴ്ച മുന്നേ ആവറേജ് റിപ്പോർട്ട് നേടിയ അബ്രഹാം ഓസ്ലർ തന്നെയാണ് ഇപ്പോഴും പ്രേക്ഷകർക്ക് പ്രിയം. ബുക്ക് മൈ ഷോ ആപ്പിൽ അവസാനത്തെ 24 അവേഴ്സിൽ 7000-ന് മുകളിൽ ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ മാത്രം ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആയി പോയിരിക്കുന്നത്. ഓർക്കുക, ഇത് ആദ്യ ദിവസമല്ല. സിനിമ റിലീസായിട്ട് 25ാമത്തെ ദിവസമാണ് ഈ ഒരു ചിത്രം ബോക്സ് ഓഫീസിൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടെ മത്സരിക്കാൻ അഭിപ്രായമുള്ള മറ്റൊരു സിനിമ ഇല്ല എന്നതും അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തു. ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള കളക്ഷൻ 22.5 കോടിയോളമാണ് ഈ ഒരു ചിത്രം കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് നേടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വേൾഡ് വൈഡിൽ നിന്ന് 40 കോടിയും കടന്ന് മുന്നേറുകയാണ് ഈ ഒരു ചിത്രം. ഇപ്പോൾ എല്ലാവരും നോക്കുന്നത് 50 CR തികയ്ക്കാൻ അബ്രഹാം ഓസ്ലർ എന്ന ചിത്രത്തിന് വേൾഡ് വൈഡിൽ നിന്ന് സാധിക്കുമോ എന്നുള്ളതാണ്. 50 CR ടച്ച് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. എന്നാലും ടോട്ടൽ ചിത്രത്തിൻ്റെ വേൾഡ് വൈഡ് ബിസിനസ് നോക്കുന്ന സമയത്ത് 50 കോടിക്കും മുകളിൽ പോകും.